ബേബി നീ എവിടെയാ? ഇവിടെ എന്ത് ചെയ്യാ? Tubing and fishing with my hood girl. വിമാനം കരേറി ഒരു ദിനം ഇളമുളങ്കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ പോയവർ തളിരിളം കൊമ്പിലെ. എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഡോബി വരെ പോവുകയാണ്. ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കല്ല, കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ആണ്. എത്ര പേരുണ്ട്? ഞങ്ങൾ ഒരു 10-12 പേരോളം ഉണ്ട്. ആണല്ലേ? ഒരു ഹായ് പറഞ്ഞു ഗൈസ്. വാട്സ്ആപ്പ് മാനു. ഹായ്. Ashley. Such a fast Mata. Hi ഒരു ദിനം തിരിച്ചാമുളങ്കാടെത്തുമോ? നമ്മൾ കൗച്ചൻ വാലിയിട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ കാണാൻ നമ്മൾ ഫെറിയിലാണ്. ഇപ്പോൾ ഫെറി ഓൾമോസ്റ്റ് ഒരു പകുതിയോളം അടുത്തു. ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂർ യാത്രയും കൂടി ഉണ്ടാവും. അത് കഴിയാൻ നേരം നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബീച്ചിൽ പോകുന്ന കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനില്ല. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. വിമാനം കരേറി ഒരു ദിനം ഇളമുളങ്കാട്ടിലെ നീറുകൾ. ഹായ് ഗായ്സ്, നമ്മൾ കൗശൻ വാലിയിൽ എത്തി. അപ്പൊ അവിടെ നമ്മൾ ഒരു ലോക്കൽ ബിസിനസ് ഇവിടെ കണ്ടു. അപ്പൊ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമല്ലോ ലോക്കൽ ബിസിനസിന്. അപ്പൊ നമ്മള് പേര് ജാഹിലിയ ടെംപ്ടേഷൻ റെഡ്. പല ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പിങ്കും ബ്ലൂവും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു എക്സെപ്ഷണൽ പീസ് ആയിട്ട് നമ്മൾ റെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ചാടി നെയ്യറിഞ്ഞ് കാലറിഞ്ഞ് ഞാനകന്ന പാത മാറി കാലിലായ ചോടി മണ്ണ് തെറ്റി മാറ്റി അലലഞ്ഞ് കൂടി വിട്ട റൂഹ് മാറി സാറ പൊള്ളി മുറിച്ചേറി ചിന്തയൊന്നൊരുന്നമൊന്ന് വന്നളഞ്ഞ് മുന്നിലെന്ന് വൈക്കപ്പിന്റെ മോനത്തേക്ക് മൂഷിലായി കോളിംഗ് ആയി ഫക്ക് മെനി എയിംസ് തേനി സൗത്തിന് കായ് കനറിയില്ല നൈപ്പനറിയിട്ട് ആരാന്റെ പെട്ടെന്ന് കൈ കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കിയ സൗത്തിന് കായ് കനറിയില്ല നൈപ്പനറിയിട്ട് ആരാന്റെ പെട്ടെന്ന് കൈ കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കിയ കായ് 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 കായ്. Yalla habibi. അനേകം നെബുലകൾ കടന്നേ പോയവർ തളിരിളം കൊമ്പിലെ നീറുകൾ. പ്രപഞ്ചം മലരിലൂടലഞ്ഞും തേടിയും തിരിച്ചാമുളങ്കാടെത്തുമോ? അന
നിന്റെ അഭിപ്രായം പറ. ഇവിടെ കല്ലിയാണ് സാധ്യത. അടിപൊളി. നിന്റെ അഭിപ്രായം പറ. ഇവിടെ കല്ലിയാണ്. ബ്ലാക്ക് ബെയർ. മേ ബി ഗ്രിസ്ലി. ഇവിടെ ഒരു ട്രെയിലൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ നടന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ലൊരു പ്രകൃതി ഭംഗിയും ഒരു രമണീയതയും ഒരു ശാന്തതയൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ലാങ്ഫോർഡ് BC എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ട്രെയിലുള്ളത്. അപ്പം കാനഡ വരുന്നവരും BC വരുന്നവരൊക്കെ ശരിക്കും മസ്റ്റായിട്ടൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ. ഓക്കെ ഹരിക്ക് എന്ത് കാരണം പറയാനുള്ളത് ഇവിടെ? എടാ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രകൃതി ഭംഗിനേക്കാളും ഇഷ്ടപ്പെട്ടത് കൂടെ വന്ന ആൾക്കാരുടെ ഭംഗിയാണ്. കാര്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് കൂടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കണ്ടേ അറിയാവും, നമ്മുടെ എല്ലാ ഗ്യാങ്ങും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ കുഴപ്പമില്ല, തല മാത്രമായി, എന്റെ തല മാത്രമായി. ഓ മാത്രം കാണുന്നില്ല. എന്റെ മുടി മതിയടാ. എന്റെ മുടിയുണ്ട്. വൈബിന് വന്നാണ്. പക്ഷെ ഇത് ട്രയൽ അല്ല, ഇത് ഹൈക്കാ. അപ്പൊ കുറച്ച് ചതുപ്പും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോ അതിൽ കൂടിയൊക്കെ ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ആൾക്കാരൊക്കെ ചിരിപ്പിക്കല്ലേ. ബീച്ചിലുള്ളത്. മിസ്റ്റി ബീച്ചിന് എവിടെയാ ഇരിക്കുന്നത്? ഗുണ കേവ് എന്ന് പറഞ്ഞ ഒരു കേവില്. ഗുണ കേവോ? ഗുണ കേവ് പോലത്തെ ഒരു കേവ്. ഓക്കെ. ബാക്ക് സൈഡ് കാണിക്കും. റെയിൽ വേഴ്സസ് റിയൽ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. റെയിലിൽ കാണുമ്പോൾ നമ്മളിത് വാവ്, റെയിലിൽ കാണുമ്പോൾ വോ. Happy birthday to you. Happy birthday to you. നീ 5ാം ക്ലാസ് പഠിക്കണം. നിനക്ക് എന്താകണമെന്ന് ആഗ്രഹം? എനിക്ക് ഫാഷൻ ഡിസൈൻ.
സൂപ്പ് നമ്മളുണ്ടാക്കി വെക്കാണെങ്കിൽ അടിപൊളി കേക്ക്. പ്രാർത്ഥിക്കാമായിരുന്നു. നമസ്കാരം. വളരെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പം ഫിനിഷ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഇനിയിപ്പം നമ്മളൊരു ട്യൂബിങ്ങിന് പോകും. അതായത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോലെ വാട്ടർ തീം പാർക്കിലൊക്കെ അതേപോലെ തന്നെ ട്യൂബിൽ ജസ്റ്റ് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ട്യൂബ്. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ജസ്റ്റ് കുറച്ച് നേരത്തെ പരിപാടി. അപ്പം എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്. അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. എല്ലാവരും ഇല്ലേ? എല്ലാവരും കിട്ടി. തിരിച്ചോളാം. ഓൺ റെക്കോർഡ്. ഹായ് അമ്മായി, എങ്ങോട്ടാ? എങ്ങോട്ടാ? We are going to the beach. ഓക്കെ. Are you coming with us? യെസ്. ഇവിടുത്തെ കാരമൽ മക്കിയാട്ടോ ഈസ് അമേസിംഗ്. നൈസാണ്. Hi. We are enjoying this latte. ആൾക്കാരുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സാൽമൺ അല്ലെങ്കിൽ ട്രൗട്ട്, അതിൻ്റെ ഫിഷിങ്. ഇവിടെ നമ്മൾ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. നമ്മളൊരു 13 പേരുണ്ട്. അപ്പോൾ അവരപ്പുറത്ത് കോഫി കുടിച്ചോണ്ടിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റിയാണ് ആ കാണുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അത് നമ്മൾ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3-3.5 മണിക്കൂറിന്റെ ഈ റിവറിന്റെ അറ്റം വരെ നമ്മൾ ട്യൂബ് ചെയ്ത് പോകും.
വിമാനം കരേറി ഒരു ദിനം ഇളമുളൻ കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ പോയവർ തളിരിളം കൊമ്പിലെ നീറുകൾ പ്രപഞ്ചം പലതിലൂടലഞ്ഞും തേടിയും തിരിച്ചാമുളക്കാടെത്തുമോ അനന്തം നെബുലകൾ കടന്നേ ഒരു ദിനം തിരിച്ചാമുളക്കാടെത്തുമോ വിമാനം കരേറി ഒരു ദിനം ഇളമുളൻ കാട്ടിലെ നീറുകൾ അനേകം നെബുലകൾ കടന്നേ പോയവർ തളിരിളം കൊമ്പിലെ നീറുകൾ പ്രപഞ്ചം പലതിലൂടലഞ്ഞും തേടിയും തിരിച്ചാമുളക്കാടെത്തുമോ അനന്തം നെബുലകൾ കടന്നേ ഒരു ദിനം തിരിച്ചാമുളക്കാടെത്തുമോ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ
അപ്പോൾ ഏതായാലും ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഫെറി ഇപ്പോൾ മാൻഗൂറിൽ അടുക്കും. അതോടൊപ്പം ഇന്നത്തെ യാത്ര, ഇന്നത്തെ എല്ലാം 3 ദിവസത്തെ യാത്ര റാപ്പപ്പ് ചെയ്യുക. അയ്യോ ഞാൻ മുങ്ങി, ഞാനത് അടിച്ച് മൂത്തിരിക്കുന്നില്ല. Million